ജീവിക്കാനായിട്ട്, പ്രത്യാശയോടെ ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരും ഒരുക്കട്ടെ, സഹായിക്കട്ടെ. എനിക്ക് പ്രത്യാശയുണ്ട്. ഞാൻ ഒരു ദിവസം ഇവിടെ കടന്നുപോയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ കാണും. മാത്രമല്ല, യേശു കർത്താവ് വരുമ്പോൾ, ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇരിയാത്ത വിട്ട് നമ്മളെല്ലാവരും ആയിരിക്കുമല്ലോ പ്രത്യാശയോടെ കൊണ്ട് ആ പ്രത്യാശ വേണ്ടി ഒരുക്കണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിച്ചുകൊണ്ടും എനിക്ക് രണ്ട് വാക്കുകൾ പറയാൻ അവസരം ലഭിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം ഇന്നേക്ക് മാറ്റിപ്പെടുവാറാകട്ടെ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർദ്ദ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പിതാവിനെ അനുസ്മരിക്കുമ്പോൾ തന്റെ ചെറുപ്പത്തിൽ ബാല്യത്തിൽ തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ തന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഏറ്റുപറയുവാനും അങ്ങനെ ദൈവ ആത്മാവുള്ളവനായി ആത്മസ്വഭാവത്തിൽ ജീവിക്കുവാനും കർത്താവ് സഹായിച്ചു. നമ്മുടെ ദേശത്ത് നമുക്ക് പരിചയമുണ്ട്. കഴിയുന്നത്ര അതിൽ വന്ന് സംബന്ധിക്കുന്നവരുമായിരുന്നു. ഈ അവസാന കാലം തന്റെ ശരീരത്തിലെ വയ്യായികയിൽ തന്നെ ഇരിക്കുമ്പോഴും കഴിയുമെങ്കിൽ സഭായോഗത്തിന് വരണം എന്ന ആഗ്രഹം ഞങ്ങളോട് താൻ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നതായി ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. തന്റെ ജീവിതത്തിന്റെ അവസാനത്തോട് താൻ ചേർന്ന് വരുമ്പോൾ ദൈവവചനത്തോട് ഏറ്റവും ആഭിമുഖ്യം പുലർത്തുന്നവനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. താൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ തനിക്ക് കർത്താവിനെ ജനത്തിൽ സാക്ഷീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ തന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനെ ജനത്തിൽ സാക്ഷീകരിക്കാൻ താൻ തയ്യാറായി. താൻ മരിച്ച ആ ദിവസത്തിന് കൃത്യം 3 മാസം മുൻപ് ഓഗസ്റ്റ് 23-ാം തീയതി തന്റെ രക്ഷിച്ച കർത്താവിനെ ജനത്തിൽ സാക്ഷീകരിക്കാൻ തനിക്ക് കഴിഞ്ഞു. അത് അങ്ങനെ ദൈവവചനത്തോടെ ഏറ്റവും കൂറ് പുലർത്തി താൻ ജീവിച്ചു എന്ന് സഭയെ ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. താനിപ്പോൾ നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു. എന്നാൽ നമ്മൾക്കുള്ള പ്രത്യാശ കർത്താവ് രണ്ടാമത് വരും. കർത്താവ് രണ്ടാമത് വരുമ്പോൾ തൻ്റെ മർത്തി ശരീരം ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് ഒരുമിച്ച് തന്നെ കാണാൻ കഴിയും എന്ന പ്രത്യാശയോട് നമ്മെ നിറച്ചിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ അനുസ്മരണത്തിൽ നിന്നും ലഭിച്ചുള്ള ദൈവമാത്രം മഹത്വപ്പെടാം. കർത്താവദാസൻ പോലെ സൗഹൃദം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അനുസ്മരണമായി 2 മിനിറ്റ് ചില കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. ക്രിസ്തുവിനെ എല്ലാവരെയും സർവ്വദയാലുവായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പ്രഖ്യാപനം ഉണ്ടാകും. ഇങ്ങനെയാണ്: ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പുനരുത്ഥാനം എന്നത്, മനുഷ്യൻ പുനരുത്ഥാനം ചെയ്യും എന്നത് വേദപുസ്തകത്തിൻ്റെ വളരെ ശക്തമായ ദൂതാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ മരിച്ചു പോയവരെ കർത്താവ് അവിടെ ഏലിയാവ് എലീശയെ ഉയർപ്പിച്ചതായി കാണുന്നു. പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ പലരെയും ഉയർപ്പിച്ചിട്ടുണ്ട്.
നീ പോയിക്കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിക്കാൻ എഴുന്നേറ്റ് വരും എന്ന് കർത്താവ് പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലന്മാരും യേശുക്രിസ്തു ഉയർപ്പിന് ശേഷം ശക്തമായി ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് പുനരുത്ഥാനത്തെക്കുറിച്ച് വളരെ ശക്തമായി ദൂരം നൽകുന്നു. പൗലോസ് ഇങ്ങനെ പറയുന്നു, ക്രിസ്തു മരിച്ചിട്ടില്ലെങ്കിൽ, ഉയർപ്പുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വെറുതെയാണ്, നിങ്ങളുടെ വിശ്വാസവും വെറുതെ എന്ന് പൗലോസ് പറയുക. അഥവാ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കും പോലെ തന്നെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് ശക്തമായി പൗലോസ് പ്രസംഗിക്കുന്നു. പത്രോസിന്റെ പ്രസംഗത്തിലും പൗലോസിന്റെ അരയോപക കുന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾക്ക് വളരെ പ്രസക്തമാണ്. നാം ഒരു കാര്യം ഓർക്കുന്നത്, തികച്ചും പുനരുത്ഥാനം എന്നത് വേദപുസ്തകത്തിന്റെ ഏറ്റവും ശക്തമായ ദൂതാണ്. ലോകത്ത് മനുഷ്യൻ മരണശേഷം പുനരുത്ഥാനം ചെയ്യുമെന്ന് മുസ്ലിങ്ങളും സ്വരാഷ്ട്രീയ മതവും യഹൂദന്മാരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും വളരെ വ്യക്തമായ ഏറ്റവും നന്ന സന്ദേശം നൽകുന്നത് പുതിയ നിയമമാണ്, വിശുദ്ധ വേദപുസ്തകമാണ്. അതിനോട് തുലനം ചെയ്യാൻ ഒരു മത സന്ദേശത്തിന് കഴിയുകയില്ല. എന്തിനാണ് മനുഷ്യർ പുനരുത്ഥാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മർത്യമായി വിട്ട് അമർത്യമായി നാം സ്വീകരിക്കും. ഈ ക്ഷണമായ അവസ്ഥ വിട്ട് നിത്യജീവനിലേക്ക് നാം പ്രവേശിക്കും. നമ്മുടെ ജീവിതത്തിൽ നിത്യമായ ഒരു രാജ്യമുണ്ടെന്നൊരു സന്ദേശമാണ് നൽകുന്നത്. പൗലോസ് പുസ്തകം എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്കൊരു നഗരമുണ്ട്, നമുക്കൊരു പട്ടണമുണ്ട്, നിത്യമായ ഒരു രാജ്യമുണ്ട്. ഈ പ്രത്യാശ, ഈ സുവിക്തമായ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂത് കർത്താവ് വചനത്തിലൂടെ നൽകുകയാണ്. എൻ്റെ ഈ വാക്കുകളിൽ ഉപസംഹരിക്കുമ്പോൾ ഞാൻ ഒരു വാക്ക് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടില്ലെങ്കിൽ കർത്താവിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്ഥിതിച്ചുകൊണ്ട് ഈ നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് ഈ പ്രത്യാശയിലേക്ക് കടന്നു വരേണ്ട ആവശ്യമാണ്. ഈ പ്രത്യാശ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നത് അനുഗ്രഹമായ കാര്യമാണ്. ഇല്ലെങ്കിൽ ജീവിതം നിരർത്ഥകമാണെന്ന് പറയേണ്ടതായിട്ട് വരും. ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത ജീവിതം ഒരിക്കലും അനുഗ്രഹിക്കപ്പെട്ടതാകുകയില്ല. നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ നിത്യജീവന്റെ ഉടമയായി മരിച്ചുയർത്ത ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുമെങ്കിലും നിങ്ങൾ മറ്റ ശരീരത്തെ വിട്ട് വീണ്ടും ജീവിക്കുമെന്ന ശക്തമായി ദൂത് ദൈവത്തിന്റെ വചനം നൽകുന്നു. ആ പ്രത്യാശയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. എനിക്ക് അവസരം നൽകിയ പ്രിയപ്പെട്ടവർ നന്ദി അറിയിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. സർവാദയാലുവായ ദൈവം പ്രത്യാശ കൊണ്ട് പിറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വൈദ്യത്തിൽ നമ്മൾക്ക് ഞാൻ അധിക സമയം വരാനില്ല. കഴിഞ്ഞ ദിവസം കുഞ്ഞിൻ്റെ ഇളയ അനിയൻ രോഗമായിട്ട് സംസാരിച്ചപ്പോൾ രോഗ എന്നോട് പറഞ്ഞു, സാറേ, ചേട്ടൻ വിശ്വാസജ്ഞാനം സ്വീകരിച്ചു എന്നുള്ള ഒരു സദ്വർത്തമാനമാണ് എന്നോട് പറഞ്ഞത്. ഞാൻ മറ്റൊരു ഭവനത്തിലേക്ക് അതിരാവിലെ പോകേണ്ടതായിട്ട് എനിക്കുണ്ടായിരുന്നുവെങ്കിലും ഞാൻ ആ യാത്രയിൽ തന്നെ ഈ ഭവനത്തിൽ കടന്നു വരികയും പ്രിയ കുഞ്ഞുഞ്ഞിനെ അവർ കാണുകയും സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷമാണ് പോയത്. ആ ഒരു ചാരിതാർത്ഥ്യം എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ പ്രധാനമായിരിക്കുന്നതായ കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് ദൈവമായി അംഗീകരിച്ചിട്ടുള്ളവർക്കാണ് സ്നാനം എന്നുള്ള കാര്യം. അപ്പോൾ ചേട്ടൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എന്നാൽ അതിൻ്റെ അടയാളമായിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതായ ഒരു ശുശ്രൂഷയാണ് സ്നാനം എന്നുള്ളത്. ഇവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായ കാര്യം, പാപത്തിൻ്റെ ഫലമായിട്ട് ശിക്ഷാവിധി ഉണ്ടാകും. ആ ശിക്ഷാവിധി അനുഭവിക്കാനായിട്ട് ആകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ദൈവം കരുണയുള്ളവനായതുകൊണ്ട് അംഗീകരിക്കാനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയോ അനുഗ്രഹമായ ഒരു കാര്യമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അവൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാത്തവർ അവർക്ക് ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ് തിരുവനന്തപുരത്ത് കാണുന്നത്. ന്യായവിധി അഭിമുഖീകരിക്കാനായിട്ട് തയ്യാറാവുന്നവർ ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ നീട്ടുന്നില്ല. ഇവിടെ എനിക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകളെല്ലാം ഉണ്ട്. ഇവിടെ വീണ്ടും വന്ന് പ്രിയ കുഞ്ഞുവിൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ കണ്ടുവരുന്നതിനും നമ്മളൊക്കെ ആ
മരണത്തിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ളതായ വിശ്വാസം വിലയേറിയതായ ആ സന്ദർഭം നാം വിനിയോഗിക്കണം. അതാണ് ഇവിടെ സംസാരിച്ചവരെല്ലാം പറഞ്ഞിട്ടുള്ളതായ കാര്യം. ആ കാര്യം ഞാൻ വീണ്ടും പറയട്ടെ. വീണ്ടും ഈ ഭവനത്തിൽ വരുവാൻ തക്കണം. ഇവിടുന്ന് കണ്ടുപോയിരിക്കുന്ന പ്രിയ ദാസിനെ വീണ്ടും ഒന്ന് കാണുവാൻ മൃതശരീരമാണെങ്കിലും കാണുവാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താൻ പ്രിയപ്പെട്ടതായ കർത്താവായ യേശു സന്നിധിയിലേക്ക് കടന്നുപോയതുകൊണ്ട് നമുക്ക് കൂടുതൽ ദുഃഖിക്കേണ്ടതായ ആവശ്യമില്ല. കേട്ടതായ വചനങ്ങളെല്ലാം നമ്മെ അനുസ്മരിക്കുന്നതായ കാര്യം നാം പ്രത്യേകം മനസ്സിലുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി അവരെ സ്വീകരിപ്പാനായിട്ട് ഒരുങ്ങണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മറക്കപ്പെടുവാനായിട്ട് അംഗമായി ഇന്ന് വന്നിരിക്കുന്ന ബ്രദർ ലിജോ വർഗീസ് പാലമറ്റം, അതുപോലെ ഏരിയാസ് പാസ്റ്റർ MJ പോലോസ് മീമ്പാറയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. ഈ 3 സഹോദരന്മാരും ഇപ്പോൾ മുമ്പോട്ട് കടന്നുവന്ന് അനുസ്മരണം പറയുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഭവനവുമായിട്ട് 2 നിലയിലുള്ള അടുപ്പമാണ് ഞങ്ങൾക്ക് കുടുംബമായിട്ടുള്ളത്. കഴിഞ്ഞ നാളുകളിൽ ഭവനത്തിൽ വരുവാനും പിതാവിനെ കാണുവാനും പ്രാർത്ഥനയിൽ ഓർക്കുവാനും എല്ലാം അവസരം ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. കൃത്യമായ ഒരു കുടുംബബന്ധം ഞങ്ങൾക്ക് അങ്ങനെയിൽ പുലർത്തുവാൻ സാധിച്ചു എന്നുള്ളതും സന്തോഷത്തോടെ ഓർക്കുവാനും ഞങ്ങൾക്ക് പറയുവാനും സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരികമായ ബലഹീനനായി പിതാവ് ഭവനത്തിൽ വിശ്രമിച്ചിരുന്നു. ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തെ വിശ്രമത്തിനായി വിളിച്ച് വേർതിരിച്ചു എന്നുള്ളത് നമുക്ക് ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും. മരണത്തെ സംബന്ധിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് ആകുന്നു എന്നാണ്. അവിടെ ഭക്തൻ എന്ന് പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? അവിടെ ഭക്തൻ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം വിശുദ്ധൻ എന്നാണ്. തൻ്റെ വിശുദ്ധന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ആ നിലയിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തെ അറിയുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മനസ്സിലാക്കുവാൻ അതെൻ്റെ പേർക്ക് നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാപമോചനം ലഭിച്ച് വിശുദ്ധൻ എന്നുള്ള നിലയിലാണ് ദൈവിക സമാധാനം അവരുടെ ഭവനത്തിന്മേൽ ചുരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം പാട്ടിക്കൊണ്ടാണ്. കർത്താവിൻ്റെ വിലയേറിയ നാമം ഓർക്കപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, പ്രിയ പിതാവിനെ സ്നേഹിക്കുന്ന ഏവരെയും സർവകൃപാലുവായ ദൈവം സ്വർഗീയമായ സമാധാനം കൊണ്ട് ആശ്വാസം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. ഈ ഭവനവുമായിട്ട് അത് 95 മുതൽ ഉള്ളതായ ബന്ധം എനിക്കുണ്ട്. സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഞാൻ കാണാൻകുഴിയിൽ വന്ന നിമിഷം മുതൽ ഈ ഭവനവുമായിട്ട് ബന്ധപ്പെടുവാനും ഞാൻ ഗ്രാജുവേറ്റിലായിരിക്കുന്ന സമയത്ത് മിക്കപ്പോഴും അച്ഛൻ തന്നെ ഉള്ള സമയത്ത് കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ഈ മക്കളെ കാണാൻ ലീവിൽ വരുമ്പോഴൊക്കെ ഒരുമിച്ച് ആത്മീയമായി ഞങ്ങൾക്ക് ആ ബന്ധം നിലനിർത്തുവാൻ സഹായിച്ചു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ രോഗിയായിരുന്നു. ഞാനിവിടെ കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്നാനപ്പെടണമെന്നുള്ള അതിയായ ആഗ്രഹം തൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറയുവാനിടയായി. വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് വിടും വസിക്കുന്നത് അത്യുത്തമമല്ലോ. പ്രിയ പിതാവ് അഭാഗ്യകരമായ അവസ്ഥയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഓർത്ത് ഇന്ന് പോൽക്കാലം പ്രത്യാശയുള്ളവർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. പ്രത്യാശയില്ലാത്തവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ മരണത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് തിരുവനന്തപുരത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പരാമർശിച്ചതുപോലെ ഇയ്യോബ് പറഞ്ഞതുപോലെ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഇയ്യോബ് തന്നെ അതിന് മറുപടി പറഞ്ഞു. നമ്മളത് കേൾക്കുവാനിടയായി. കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, പ്രസംഗം വ്യർത്ഥം. കർത്താവ് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകും. ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ
ഞാൻ നിങ്ങളെയും ഒന്ന് ചേർത്തുകൊണ്ട് ലോകത്തിലാരും പറഞ്ഞില്ല. അനേക അവതാരങ്ങൾ കടന്നു വന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് മരണത്തെ അതേ ജയിച്ചുയർത്തെഴുന്നേറ്റവൻ സ്വർഗത്തിലേക്ക് കടന്നുപോയി. വീണ്ടും വരാമെന്ന് പറഞ്ഞു. ആ പ്രത്യാശ അതേ പ്രിയ പിതാവിൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകി ജീവനോടിരുന്നപ്പോൾ. എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ, വിശുദ്ധന്മാർ ഉയർക്കുമ്പോൾ, പ്രിയ പിതാവ് കോടി വിശുദ്ധന്മാരോട് ഒരുമിച്ച് നിത്യതയുടെ തുറമുഖത്ത് വെച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെ യാത്ര അയക്കുവാൻ വന്നിരിക്കുകയാണ്. നമുക്ക് കാണാം. മറ്റൊന്ന് വിതയ്ക്കുകയാണെന്ന് പോലും കാലം. ഇനി ഒരു പുതിയ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതായ ആ പ്രത്യാശയോടെ അത് നിത്യയുടെ തുറമുഖത്ത് വെച്ച് കാണാമെന്നുള്ളതായ പ്രത്യാശയോടുകൂടെ ഞാൻ എൻ്റെ ആശ്വാസവാക്കുകളെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് ദൈവവിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറായി. ദൈവനാമത്തിന് നമുക്കൊന്നുണ്ടാകുമാറാകട്ടെ. പ്രിയ കർത്തദാസിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു. സർവാശ്വാസങ്ങളുടെയും നാഥനായ കർത്താവ് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് ഏറെ ഉത്തമം എന്ന് ദൈവവചനത്തിലുള്ളതുപോലെ വിലാപ ഭവനം എന്ന് ഉദ്ദേശിക്കുന്നത് വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഭവനമാണ്. ഇവിടെ വേർപാടിൻ്റെ ദുഃഖം എന്ന് പറയത്തക്കവണ്ണം വലിയ ഒരു അണപൊട്ടി ഒഴുകുന്ന ദുഃഖം ഇവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. അതിന് കാരണം പല ദൈവദാസന്മാരെ ഇവിടെ നേരത്തെ ഓർപ്പിച്ചതുപോലെ പ്രത്യാശയുള്ള ഒരു വേർപാടാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രത്യാശയില്ലാത്ത ഒരു വിലപിക്കുന്നത് പോലെ ഇവിടെ ഒരു വിലാപമില്ല. കർത്താവിൻ്റെ ദാസൻ എങ്ങോട്ട് പോയിരിക്കുന്നു എന്നുള്ളതായ വ്യക്തമായ ഒരു നിശ്ചയം തൻ്റെ പ്രിയ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉള്ളത് കൊണ്ട് ആ നിലയിൽ ഒരു വിലാപത്തിൻ്റെ ആവശ്യം ഇവിടെയില്ല. കർത്താവായ യേശു ക്രിസ്തു മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് കാൽവരിയിലെ ക്രൂശിൽ അവൻ നിവർത്തിച്ചതായ യാഗത്തിൽ വിശ്വസിച്ച് തനിക്ക് ആത്മരക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിച്ചു. മാത്രമല്ല അവൻ നിത്യതയിൽ തൻ്റെ മക്കൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് പോകുമെന്നുള്ളതായ വിശ്വാസം തനിക്കുണ്ട്. തൻ്റെ മക്കൾക്കും ആ വിശ്വാസം ആ നിലയിൽ സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രക്ഷയിലേക്ക് കടന്നു വരാത്തവരായിട്ട് ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കൂടിവരവ് അവരുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി അവനേറ്റതായ പങ്കപ്പാടുകൾ, അവനേറ്റതായ നിന്ദകൾ, പരിഹാസങ്ങൾ, ചമ്മട്ടികൾ, തലയിൽ വഹിച്ചതായ മുൾക്കിരീടം, ഇതൊക്കെയും നമ്മളുടെ പാപത്തിന് വേണ്ടിയാണ് എന്നുള്ളത് നാം വിശ്വസിക്കുകയും അവൻ്റെ മരണം എൻ്റെ മരണത്തിന് പകരമാണ് എന്നുള്ളത്, എൻ്റെ നിത്യമായ മരണത്തിൻ്റെ പകരമാണ് എന്നുള്ളത് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇവിടെ കൂടി വന്നിരിക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഈ അവസരം അവർക്ക് ആ നിലയിൽ കർത്താവിനെ അംഗീകരിക്കുവാനുള്ള അവസരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനോട് എനിക്ക് വ്യക്തിപരമായ കൂടുതൽ ബന്ധമില്ലാത്തതുകൊണ്ട് ആ നിലയിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയുവാനായിട്ട് സാധ്യമല്ല. എങ്കിലും ദൈവമകൻ എന്നുള്ള നിലയിൽ, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുള്ള സ്നേഹം ഈ നിലയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ നിലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം ഞാനും ഈ വഴിയെ പോകേണ്ടതാണ് എന്നുള്ളത് എനിക്ക് വളരെ നിശ്ചയമുണ്ട്. അതിനു മുമ്പ് കർത്താവ് വന്നില്ലെങ്കിൽ ഞാനും ഈ നിലയിൽ പോകും. എന്നാൽ നിത്യതയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച്, കോടാനുകോടി വിശുദ്ധന്മാരൊരുമിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ അരുമനാഥനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നിത്യം ആരാധിക്കുവാൻ, അവൻ്റെ സന്നിധിയിൽ നിത്യം പ്രമോദിക്കുവാൻ ആ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് സാവകാശമുണ്ട് എന്നുള്ളതായ ആ പ്രത്യാശ നിമിത്തം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നിലയിൽ അവസരം നൽകിയ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇളയ മകൾ മോനിയും ഭർത്താവ് ജോയിയും ഉൾപ്പെട്ടു നിൽക്കുന്ന ചെന്നൈയിലെ ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ സെക്രട്ടറി ബ്രദർ തോമസ് കുട്ടി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അനുസ്മരണമായി 2 മിനിറ്റ് കൊണ്ട് ചില കാര്യങ്ങൾ പ്രിയ സഹോദരൻ നമ്മോട് സംസാരിക്കുന്നതാണ്. എൻ്റെ തോമസ് ജോർജ് എന്ന
അമ്മച്ചിക്കര IPCSലെ ഞങ്ങൾ കൂടി വരുന്നു. സിസ്റ്റർ ജെസി ജോയ് ഒരു കുടുംബം ഞങ്ങളുടെ സഭയ്ക്ക് അനുഗ്രഹമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നു. ജെസി ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ നേതൃത്വം വഹിക്കുന്നു. ജോയ് PIPയുടെ നല്ല ഒരു പ്രവർത്തകനാണ്.